ചെകുത്താൻ അകത്തായി. ആറാട്ടണ്ണൻ്റെ സുഹൃത്തായി ഇവൻ എന്ന് പറയുമ്പോൾ തന്നെ ഇവൻ്റെ ഏകദേശം സ്റ്റാൻഡേർഡ് നമുക്ക് മനസ്സിലാക്കാമല്ലോ. ഇവൻ ഇത്രയും കാലം എങ്ങനെ പുറത്തായിരുന്നു എന്നുള്ളതാണ് എനിക്ക് സംശയം. അത്രമേൽ വർഗീയ വിദ്വേഷവും മതവിദ്വേഷവും ജാതി വെറിയും ഒക്കെ പറഞ്ഞിട്ടുള്ള ഒരു യൂട്യൂബ് ചാനലാണ്. കാരണം യൂട്യൂബ് തുടങ്ങുന്നതിന് മുമ്പ് തന്നെ ഇവൻ യൂട്യൂബ് ചാനലിൽ തുടങ്ങിയവനാണ്. ഇവന് കുവൈറ്റിൽ മംഗഫ് എന്ന് പറയുന്ന സ്ഥലത്ത് ഇവൻ ജോലി ചെയ്തതാണ്. അവിടെ വർഗീയ പരാമർശവും മതവിദ്വേഷവും വളർത്തുന്ന പോസ്റ്റുകൾ ഫേസ്ബുക്കിലും യൂട്യൂബിലും ഒക്കെ ഇട്ടതിൻ്റെ അടിസ്ഥാനത്തിൽ ഇവനെ അവിടുന്ന് ടെർമിനേറ്റ് ചെയ്തതാണ്, കുവൈറ്റ് എന്ന സ്ഥലത്തു നിന്ന്. ഇവിടെ വന്നിട്ടും ഇവൻ പാഠം പഠിച്ചില്ല എന്നുള്ളതാണ്. മാക്സിമം ആൾക്കാരെ തേജോവധം ചെയ്യുക, വ്യക്തി അധിക്ഷേപം നടത്തുക. പ്രത്യേകിച്ച് മോഹൻലാലിനെ കൈ കിട്ടിയാൽ ഇവനങ്ങ് പ്രാന്താണ്. ഈ മോഹൻലാലിനോട് ചെകുത്താൻ ചെയ്ത അധിക്ഷേപങ്ങൾ സുരേഷ് ഗോപിയുടെ ചെയ്തെങ്കിൽ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ. ഈ ചെകുത്താനെ കുറിച്ച് പറയുമ്പോൾ നമുക്ക് മറ്റൊരാളെ കൂടെ ഓർമ്മ വരും, അഖിൽ മാരാർ. ഇവർക്ക് രണ്ടുപേർക്കും സ്വന്തമായിട്ട് ജോലിയോ കൂലിയോ നിശ്ചിതമോ ഒരു വരുമാനമോ ഒന്നും ഇല്ലാത്തവരാണ്. ഇവരൊക്കെ സോഷ്യൽ മീഡിയ ആശ്രയിച്ച് ജീവിക്കുന്ന സമൂഹങ്ങളാണ്. അപ്പോൾ ഇവർക്ക് ഒരു പബ്ലിസിറ്റിക്ക് വേണ്ടിയിട്ട് ഉള്ളതും ഇല്ലാത്തതും ഒക്കെ സോഷ്യൽ മീഡിയയിൽ വന്ന് എഴുന്നള്ളിച്ച് ഇവർക്കൊക്കെ പറയേണ്ടി വരും. അതിന് ഇവർ ഉപയോഗിക്കുന്ന വാക്കുകൾ ചിലപ്പോൾ അതൊരു അഖിൽമാരാറിൻ്റെ ഇപ്പോഴത്തെ ഒരു ടെക്നിക്ക്, ഒരു നമ്പർ ഇതാണ്: പിടിക്കുമ്പോൾ വലിയ പുളിങ്കമ്പൽ തന്നെ പിടിക്കുക എന്നുള്ളൊരു പഴഞ്ചൊല്ലില്ലേ. കാരണം കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയെ പിടിച്ചു കഴിഞ്ഞാൽ അവന് ആവശ്യത്തിലധികം റീച്ച് കിട്ടും. അത് കൊണ്ട് നടക്കാൻ കുറേ ആളുകളും ഉണ്ടാവുന്ന അവന് വ്യക്തമായിട്ട് അറിയാവുന്നതുകൊണ്ട് ഇപ്പം മുഖ്യമന്ത്രിയാണ് പിടിച്ചിരിക്കുന്നത്. അതുപോലെ ചെകുത്താൻ പിടിച്ചിരിക്കുന്നത് മോഹൻലാലിനെയാണ്. ഈ ചെകുത്താനെ അറസ്റ്റ് ചെയ്തതിന് ശേഷം അഖിൽ മാരാറിൻ്റെ ഒരു വീഡിയോ റിലീസായിട്ടില്ല. കാരണം അവനറിയാം ഇപ്പോൾ കത്തി നിൽക്കുന്നത് ചെകുത്താൻ്റെ വിഷയമാണ്. അവൻ്റെ ഒരു വീഡിയോയ്ക്ക് അത്ര പ്രാധാന്യം ഉണ്ടാവില്ല. അവൻ ഇതൊക്കെ കഴിഞ്ഞ് മെല്ലെ തലപൊക്കും. അവന് റീച്ച് കിട്ടേണ്ട വീഡിയോ, റീച്ച് കിട്ടേണ്ട സമയം ഏതൊക്കെയാണെന്ന് അവനറിയാം. അവൻ അത് വെച്ചാണ് അവൻ്റെ ബിസിനസ് ചെയ്യുക. ഈ ചെകുത്താൻ എന്ന് പറഞ്ഞ ആൾ മോഹൻലാൽ എന്ന് പറഞ്ഞ ആളിനെ എത്രമാത്രം അധിക്ഷേപിക്കാമോ, അദ്ദേഹത്തിൻ്റെ സിനിമയെക്കുറിച്ച്, അദ്ദേഹത്തിൻ്റെ ശരീരഘടനയെക്കുറിച്ച്, അദ്ദേഹത്തിൻ്റെ സംസാരത്തെക്കുറിച്ച്. മോഹൻലാൽ ജനിച്ചതേ ഈ ചെകുത്താൻ ഇഷ്ടപ്പെട്ടില്ല എന്നുള്ള ഒരു മാനസികാവസ്ഥയിലാണ് അദ്ദേഹം ജീവിക്കുന്നതും. പക്ഷേ അതിനോട് എനിക്ക് യോജിപ്പില്ല. കാരണം അഭിപ്രായ വ്യത്യാസങ്ങൾ, അഭിപ്രായ സ്വാതന്ത്ര്യങ്ങൾ നമുക്കുണ്ട്. അതൊക്കെ നമ്മൾ വെളിപ്പെടുത്തേണ്ടത്, ഉപയോഗിക്കേണ്ടത് ചില വാക്കുകളിലൂടെ, അത് സമൂഹത്തിന് നിരക്കാത്ത വാക്കുകളിലൂടെ ഉപയോഗിക്കുമ്പോൾ അത് ഇതുപോലുള്ള ദോഷങ്ങൾ വരുത്തി വെക്കും. അതുകൊണ്ടാണ് ഈ ചെകുത്താൻ്റെ അമ്മയൊക്കെ ഹാർട്ട് പേഷ്യൻ്റാണ്, ഇവന് മരുന്ന് കൊടുക്കാനാണ് ഞാൻ വന്നത്, ജയിലിനടുത്തും പോലീസ് സ്റ്റേഷനിലും ഒക്കെ കയറി ഇറങ്ങേണ്ട ഒരു അവസ്ഥ. ചെകുത്താനോട് എനിക്കൊരു ഉപദേശമുള്ളത്, ഇവൻ്റെ പേര് ജോസഫ് അലക്സ് എന്നാണ്. ഇവനോടൊരു ഉപദേശമുള്ളത്, 10-45 വയസ്സൊക്കെ ആയില്ലേ, ഇപ്പോഴും സ്വന്തം അമ്മയും അച്ഛനും ഒക്കെ കരഞ്ഞു വിളിച്ച് പോലീസ് സ്റ്റേഷനിലൊക്കെ കയറി ഇറങ്ങി നടക്കുക. നീയൊന്നും അവർക്ക് ഉപകാരം ചെയ്തതിലും അവർക്കൊക്കെ ഉപദ്രവം ചെയ്യാതെ. എനിക്ക് പറയാനുള്ളതാണ്, ഒരു യൂട്യൂബ് ചാനൽ തുടങ്ങിയെന്ന് കരുതി നിനക്കൊക്കെ എന്തുവാകാമെന്ന് കരുതരുത്. പ്രത്യേകിച്ചും ലഫ്റ്റനൻറ്റ് കേണൽ പദവിയൊക്കെ കൊടുത്ത് രാജ്യം ആദരിച്ച, പത്മശ്രീ കൊടുത്ത് ആദരിച്ച, ഭരത് അവാർഡും വാങ്ങിയ കേരളത്തിൻ്റെ അഭിമാനമായ ശ്രീ മോഹൻലാലിനെയൊക്കെ കുറിച്ച് പറയുമ്പോഴെങ്കിലും നീ അത്യാവശ്യം വിവരവും വെള്ളിയാഴ്ചയും ഒക്കെ കാണിക്കുക. ഞാൻ അവസാനമായി ഒരു കാര്യം കൂടി പറയാൻ ആഗ്രഹിക്കുന്നു. ഈ നേരും നെറിയുമില്ലാതെ യൂട്യൂബിലൂടെ എന്ത് തോന്നിവാസവും വിളിച്ചു പറയാൻ പറ്റുന്ന ഒരു സാഹചര്യം, ഒരു ജോലിയും കൂലിയുമില്ലാതെ ഇതുപോലെ ഇവർക്കൊക്കെ ഈ ഒരു സ്വാതന്ത്ര്യം ഈ മോഹൻലാൽ ഫാൻസുകാർ തന്നെ എന്തിനു കൊടുത്തു എന്നുള്ളതാണ് ഞാൻ ചോദിക്കുന്നത്. അത്രമേൽ അപകീർത്തിപരമായിട്ടുള്ള സംസാരങ്ങൾ മോഹൻലാലിനെതിരെ ഉണ്ടായിട്ടുണ്ട്. മോഹൻലാലിനെ ശാരീരികമായിട്ടും മാനസികമായിട്ടും അദ്ദേഹത്തെ അധിക്ഷേപിക്കാൻ പറ്റുന്ന തരത്തിലുള്ള വീഡിയോകൾ ഒരുപാട് ഈ ചെകുത്താൻ്റെ യൂട്യൂബിൽ കിടപ്പുണ്ട്. അതൊക്കെ കണ്ടു കഴിഞ്ഞാൽ നമുക്ക് തന്നെ തോന്നും, ഇവൻ ഇത്രയും കാലം എങ്ങനെ പുറത്തിറങ്ങി നടന്നു, ഇവൻ നേരത്തെ തന്നെ അകത്താകേണ്ടതായിരുന്നല്ലോ എന്നുള്ളൊരു ശങ്ക മാത്രമേ എനിക്കുള്ളൂ. പിന്നെ മോഹൻലാലിനെ പോലെയുള്ള ഒരു ലഫ്റ്റനൻറ്റ് കേണൽ ഈ ദുരന്തമുഖത്തൊക്കെ ആവശ്യത്തിന് പ്രാക്ടീസോ പരിചയമോ ദുരന്തങ്ങളൊക്കെ അതിജീവിച്ച് ഉള്ള ഒരു രക്ഷാപ്രവർത്തനം നടത്തിയ ഒരു പരിചയമില്ലാത്ത ഒരാൾ, അദ്ദേഹം 2-3 മണിക്കൂറൊക്കെ അവിടെ പോയി വേസ്റ്റ് ആക്കിയെന്ന് ഈ ചെകുത്താന് തോന്നുന്നുണ്ടെങ്കിൽ അതിന് ഉപയോഗിക്കേണ്ട വാക്കുകൾ ഇതായിരുന്നില്ല. എനിക്കൊരു അപേക്ഷയുണ്ട്, നാളെയും ഇതുപോലെ ദുരന്തങ്ങളൊക്കെ സംഭവിക്കാം. പക്ഷെങ്കിൽ നമുക്ക് യഥാർത്ഥമായിട്ടൊരു പ്രാക്ടീസ് ഈ ദുരന്തമുഖത്ത് കിട്ടാത്ത ഒരാൾ അവിടെ പോയി നമ്മൾ ഇതുപോലെ ചെയ്യാൻ, ഇങ്ങനെയുള്ള ഒരു സമയം വേസ്റ്റാക്കാൻ പാടില്ലെന്നുള്ളത് തന്നെയാണ് നാളെ എൻ്റെ അഭിപ്രായം. കാരണം കേരളം ഒരുപാട് ദുരന്തത്തെ അതിജീവിക്കേണ്ടതാണ്, അതിജീവിച്ചിരിക്കുന്നു. ഇത് നാളെ മറ്റുള്ളവർക്ക്, സമൂഹത്തിനൊരു മാതൃകയാവണമെങ്കിൽ ഇതൊക്കെ ചിലരെങ്കിലും പറഞ്ഞിരിക്കണമെന്നുള്ളതൊരു മറ്റൊരു വസ്തുത. ഈ താരാരാധനയോട് എല്ലാ സമയത്തും എല്ലാവരെയും കാണാൻ നമുക്ക് സാധിക്കില്ല. ഇത് മോഹൻലാലിനോട് എനിക്കൊരു പ്രത്യേക വിരോധം ഉണ്ടായിട്ടോ ഒന്നുമല്ല ഞാൻ ഈ പറയുന്നത്. എൻ്റെ മാത്രം ഒരഭിപ്രായം ഞാൻ പങ്കുവച്ചു എന്ന് മാത്രമേ ഉള്ളൂ. മോഹൻലാൽ എന്ന മലയാളത്തിൻ്റെ ഇതിഹാസ നടൻ, അതുല്യ പ്രതിഭ, മോഹൻലാലിനെ ഞാൻ അങ്ങേയറ്റം വളരെയധികം ആത്മാർത്ഥമായി സ്നേഹിക്കുന്നു. അതേപോലെ തന്നെ ഈ ചെകുത്താൻ എന്ന് പറഞ്ഞ മഹാവൃത്തികെട്ട വ്യക്തിയെ അറ്റ്ലീസ്റ്റ് കുറച്ച് കാലമെങ്കിലും ഇവൻ ഇന്ത്യൻ ശിക്ഷാ നിയമപ്രകാരം അകത്ത് കിടക്കേണ്ടത് തന്നെയാണ്.
ഇവനൊന്നും സമൂഹത്തിന് പുറത്തിറങ്ങിയിട്ട് ഒരു നേരും നെറിയും മനുഷ്യൻ്റെ നന്മയ്ക്ക് വേണ്ടി ഒരു പ്രവൃത്തിയും ചെയ്യാത്ത ഇവനെയൊക്കെ കുറച്ചു കാലത്തെങ്കിലും